ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. മുട്ടക്കറികളിൽ ഏറ്റവും രുചികരമായ മുഗളായ് മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ, എന്നാൽ മാത്രമേ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുഗളായ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത്. ഈ 3 സബോളയും ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സബോള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുഴുവൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അര സ്പൂൺ മുഴുവൻ കുരുമുളകും ഒരു 7 പച്ചമുളകും ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 60 ml കപ്പിന്റെ അളവിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 10 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ച് ഇതൊന്ന് വരിഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനും ആ ഒരു മുട്ട കഴിക്കാനും പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ വരഞ്ഞു മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കറി തയ്യാറാക്കി എടുക്കാനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 80 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഈ എണ്ണയിൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി 2 ഏലക്കയും 2 ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വരഞ്ഞു വെച്ചിരുന്ന ആ ഒരു 10 മുട്ടയും ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഭാഗം ഇതുപോലൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുട്ട മുഴുവനായിട്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു സബോളയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല പേസ്റ്റ് പോലെയാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെറും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളകും പച്ചമുളകും മാത്രമാണ്. എരിവിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ പാക്കറ്റ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ പുളിയില്ല. 80 ml കപ്പിന്റെ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെള്ള കസ്കസും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി നല്ല പോലെ ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഈ ഒരു കറി നന്നായിട്ട് കുറുകിയിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. നല്ല പോലെ അലിഞ്ഞിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 60 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 30 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 60 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം കറി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുട്ട മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടി 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാനുള്ള കാരണം ആദ്യമേ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഇതിനകത്തോട്ട് ഒരുപാട് അങ്ങ് ആയിപ്പോവും. അത്രയും ആവണ്ട, ചെറുതായിട്ടൊരു മണം കിട്ടിയാൽ മാത്രം മതി. അതിനു വേണ്ടിയാണ് ഇത് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുഗളായ് മുട്ടക്കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പലഹാരത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ പുതിയതായി ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.